ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലാട്ടോ. ലോകത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ബെസിലിക്കയാണ് സെന്റ് പീറ്റേഴ്സ് ബെസിലിക്ക. ഈ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ ആർക്കിടെക്ചർ കാണാൻ വേണ്ടി തന്നെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒത്തിരി ആൾക്കാർ എല്ലാ വർഷവും വിസിറ്റ് ചെയ്യാറുണ്ട്. മാർപ്പാപ്പ താമസിക്കുന്ന നഗരമായതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ആട്ടോ. നമുക്ക് അകത്ത് കയറാൻ വേണ്ടിയിട്ട് എയർപോർട്ട് സെക്യൂരിറ്റി ചെക്കിൻ പോലെ തന്നെ എല്ലാ സെക്യൂരിറ്റി ചെക്കപ്പും ചെയ്യേണ്ട ആവശ്യമുണ്ട്. തിരക്കനുസരിച്ച് ചില സമയങ്ങളിൽ നമ്മൾ കൂടുതൽ നേരം ക്യൂ നിൽക്കണം സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? ഈ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയാണ് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ചർച്ച്. വത്തിക്കാൻ സിറ്റിയിലാണ് ഈ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്ക ഉള്ളത്. ഈ വത്തിക്കാൻ സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കൺട്രിയും. ഈ ബെസിലിക്കയുടെ പേര് ആദ്യം പറഞ്ഞു കണക്ക് തന്നെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്ക എന്നാണ്. സെന്റ് പീറ്റർ എന്ന് പറയുന്നത് ജീസസിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ്. ഈ സെന്റ് പീറ്ററിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ബെസിലിക്കയുടെ അടിയിലാണ്. സെന്റ് പീറ്റർ ആയിരുന്നു ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ പോപ്പ്. ഈ സെന്റ് പീറ്റേഴ്സ് രക്തസാക്ഷിത്വം വരിച്ചതും ഈ റോമിൽ തന്നെയാണ്. ഏകദേശം AD 320 ഈ സെന്റ് പീറ്ററിന്റെ തൂമ്പിന് മേളിൽ ക്രിസ്ത്യൻസ് ഒരു ചർച്ച് പണിതു. അതാണ് ഈ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്ക. ആ പഴയ ചർച്ച് ഏകദേശം 1000 വർഷത്തിലധികം നിലനിന്നു. എന്നാൽ 1500 അത് തകർന്നു പോകുന്ന നിലയിലായിരുന്നു. അതിനാൽ അതിന് പകരം ഒരു പുതിയ ചർച്ച് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പുതിയ ചർച്ചിന്റെ പണി തുടങ്ങിയത് 1506 ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 120 വർഷം എടുക്കേണ്ടി വന്നു. മൈക്കലാഞ്ചലോ ഉൾപ്പെടെ നിരവധി പ്രശസ്തരായ കലാകാരന്മാരും നിർമ്മാതാക്കളും ഇതിന്റെ പണിയിൽ പങ്കെടുത്തു. അദ്ദേഹമാണ് വലിയ ഡോമിന്റെ രൂപകൽപ്പന ചെയ്തത്. ഈ ബസിലിക്കയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ വലിപ്പവും ഭംഗിയും നമ്മളെ അതിശയിപ്പിക്കും. ഇതിന്റെ ഹൈ സീലിങ്ങും തിളങ്ങുന്ന മാർബിൾ ഫ്ലോറുകളും അതുപോലെ ആർട്ട് വർക്കുകളും എല്ലാം അടിപൊളിയാണ്. നമുക്ക് ഈ ബസിലിക്കയിൽ തന്നെ മൈക്കലാഞ്ചലോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പിയത്ത എന്ന് പറയുന്ന സ്കൾപ്ചർ കാണാൻ പറ്റും. പിയത്ത എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ശേഷം മറിയം യേശുവിനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ശില്പമാണ്. നമുക്ക് ഈ ബസിലിക്ക എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് ആ ശില്പവും കാണാട്ടോ. മെയിൻ ആയിട്ടുള്ള ഡോമിന്റെ അടിയിലാണ് ഗ്രാൻഡ് അൾത്താർ ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ സെന്റ് പീറ്ററിന്റെ കല്ലറയുടെ മുകളിലാണ്. ഈ അൾത്താർ പോപ്പിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സ്പെഷ്യൽ മാസുകൾ നടക്കുന്ന സമയത്ത് മാത്രമേ ഈ അൾത്താർ യൂസ് ചെയ്യാറുള്ളൂ. വത്തിക്കാൻ സിറ്റിയുടെയും റോമിന്റെയും ഒരു അടിപൊളി വ്യൂ കാണണമെങ്കിൽ നമുക്ക് ഡോമിലേക്കൊന്ന് കയറിയാൽ മതി. ഡോമിലേക്ക് കയറാൻ കുറച്ച് ദൂരം നമുക്ക് എലിവേറ്ററും ബാക്കി ദൂരം നമ്മൾ നടന്നും തന്നെ കയറണം. പക്ഷേ അതിന് മേളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. സെന്റ് പീറ്റേഴ്സ് ബെസിലിക്ക എന്ന് പറയുന്നത് ഒരു ചർച്ച് മാത്രമല്ല, ഇത് സമാധാനത്തിന്റെയും കലയുടെയും ആഴമുള്ള ചരിത്രത്തിന്റെയും ഒരു പ്രതീകമാണ്. റോമിൽ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഈ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്ക. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള പിയത്ത എന്ന് പറയുന്ന ശില്പം. ഈ കാണുന്ന കണക്ക് ബെസിലിക്കയുടെ പല ഭാഗങ്ങളിലും പല പോപ്പുമാരുടെയും റിലിക്സ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മെയിൻ ഡോമും അതുപോലെ അതിന് താഴെയുള്ള അൾത്താറും. ഇപ്പം നമ്മൾ താഴത്തെ കല്ലറകളുടെ അടുത്തെത്തിയിട്ടോ. ഇവിടെ നമുക്ക് ഒത്തിരി പോപ്പുമാരുടെ കല്ലറകൾ കാണാൻ പറ്റും. ഇത് ശരിക്കും ഉള്ളത് സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ അടിയിലാണ്. ഇതാണ് സെന്റ് പീറ്ററിന്റെ കല്ലറ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല.